ലോകത്തെ നടുക്കി ഇറാനെ ഇസ്രായേൽ ആക്രമിച്ചിരിക്കുന്നു. ഇറാന്റെ തിരിച്ചടി മുന്നിൽ കണ്ട് ഇസ്രായേലിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മെറിൻ മേരി ചാക്കോ ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി. മെറിൻ, ലോകത്തെ ആകെ നടുക്കുന്ന ഒരു ആക്രമണമാണ് ഇപ്പോൾ ഇസ്രായേൽ ഇറാനുമേൽ നടത്തിയിരിക്കുന്നത്. ഇത് ഏറെക്കുറെ ഒരു യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് പോകുന്നു. പശ്ചിമേഷ്യ വീണ്ടും ഒരു യുദ്ധഭീതിയിലേക്ക് മാറുകയാണല്ലോ. എന്താണ് ഈ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന്റെ ഏറ്റവും പുതിയ വിവരങ്ങൾ? ഇറാനിലെ 3 ഇടങ്ങളിൽ ഇപ്പോൾ ഇസ്രായേൽ ആക്രമണം നടത്തിയെന്നാണ് വിവരം. അമേരിക്കയുടെ കപ്പലിൽ നിന്നാണ് ഈ മിസൈലുകൾ തൊടുത്തതെന്നാണ് ഏറ്റവും പുതിയ വിവരം ലഭിക്കുന്നത്. ജോം ഖൊറാൻ അതേപോലെ തന്നെ യൂണിവേഴ്സിറ്റി സ്ട്രീറ്റ് എന്നിവിടങ്ങളിലാണ് ഇപ്പോൾ പ്രധാനമായും ആക്രമണം നടത്തിയിരിക്കുന്നതെന്നാണ് വിവരം. ഒരൊറ്റ മിനിറ്റ് മെറിൻ, നമുക്ക് അതിന്റെ വിശദാംശങ്ങൾ പരിശോധിക്കാം. ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചിരിക്കുന്നു എന്നതാണ്. തിരിച്ചടി മുന്നിൽ കണ്ട് ഇസ്രായേലിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സ്കൂളുകൾ അവധി നൽകിയിട്ടുണ്ട്. പൊതു ഇടങ്ങളിൽ ആളുകൾ കൂടരുതെന്ന ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേൽ കേന്ദ്രീകരിച്ച അമേരിക്കയുടെ യുദ്ധ സജ്ജീകരണങ്ങൾ ഒരുക്കിയിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ആക്രമണം ഉണ്ടായത്. ആണവ കരാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നടക്കുന്ന ചർച്ചകളിൽ തനിക്ക് പ്രതീക്ഷ നഷ്ടപ്പെട്ടു എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് ഇറാന് ഇപ്പോൾ ഇസ്രായേൽ ആക്രമിച്ചിരിക്കുന്നത്. മെറിൻ, എന്താണ് വിശദാംശങ്ങൾ? പറയൂ. 3 ഇടങ്ങളിൽ ഇപ്പോൾ ആക്രമണം നടന്നു എന്നുള്ള വിവരമാണ് പുറത്തുവരുന്നത്. മാത്രമല്ല, ഈ ആക്രമണത്തിന് പിന്നാലെ ഇസ്രായേലിലുടനീളം ഒരു അടിയന്തര സാഹചര്യമുണ്ടെന്നുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നു. അതേസമയം ഷെൽട്ടറുകളിലേക്ക് നീങ്ങേണ്ട സാഹചര്യമില്ലെന്നും ഇപ്പോൾ ഇസ്രായേൽ വ്യക്തമാക്കിയിട്ടുണ്ട്. IDF ആണ് ഇത് വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ ഇറാന്റെ 3 കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയിരുന്ന വിവരം ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കഡ്സ് തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. നേരത്തെ തന്നെ സ്ഫോടന ദൃശ്യങ്ങളെല്ലാം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ജോം ഖൊറാൻ അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി സ്ട്രീറ്റിലുള്ള സ്ഫോടനത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആണവ പദ്ധതിയിൽ ഇറാനും അതേപോലെ തന്നെ അമേരിക്കയും തമ്മിലുള്ള ചർച്ചകൾ നടക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ ഈ ഒരു പ്രകോപനപരമായ ഒരു നീക്കമെന്ന് തന്നെ പറയാൻ സാധിക്കും. എന്നിരുന്നാലും ഈ ഒരു ഷെൽട്ടറുകളിലേക്ക് പോകേണ്ട സാഹചര്യമില്ല എന്ന് തന്നെ ഇപ്പോൾ ഇസ്രായേൽ വ്യക്തമാക്കുന്നുണ്ട്. പശ്ചിമേഷ്യയിൽ യുദ്ധസമാനപരമായ ഒരു സാഹചര്യം തന്നെയാണ് വീണ്ടും ഉണ്ടാകുന്നതെന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നേരത്തെ തന്നെ ഈ ആണവ കരാറുമായി ബന്ധപ്പെട്ട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നു. ആണവ കരാറിൽ എത്താനായില്ലെങ്കിൽ റിയലി ബാഡ് തിങ്സ് വുഡ് ഹാപ്പൻ, അതായത് ഏറ്റവും മോശമായ ഒരു കാര്യങ്ങളായിരിക്കും ഇനി നടക്കാൻ പോകുന്നത്. എന്തായാലും ആ ഒരു ഗോൾഡൻ വാക്കുകൾ പറയാൻ ഇറാൻ ഇതുവരെ മടിക്കുകയാണ്. ആണവ കരാറിനെ കുറിച്ചുള്ള ഗോൾഡൻ വാക്കുകൾ പറയാൻ അവർ മടിക്കുകയാണെന്നും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു. മാത്രമല്ല, അധികം വൈകരുതെന്നും ഈ ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കണമെന്നും ഇപ്പോൾ പോകുന്ന സാഹചര്യങ്ങളിൽ താൻ ഒട്ടും സന്തുഷ്ടനല്ലെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചിരുന്നു. ഇതിന് പിന്നാലെ നേരത്തെ തന്നെ ഇസ്രായേലിൽ നിന്നും അമേരിക്കൻ പൗരന്മാരെ ഒഴിപ്പിക്കാനായി ഇന്നലെ നിർദ്ദേശം നൽകിയിരുന്നു. US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ നിർദ്ദേശമായിരുന്നത്. സർക്കാർ ഉദ്യോഗസ്ഥരും അതേപോലെ തന്നെ അവരുടെ കുടുംബവും ഇസ്രായേൽ വിട്ടുപോകണമെന്നും അത് ഇന്ന് തന്നെ വിട്ടുപോകണമെന്ന് തന്നെയാണ് അന്ന് നിർദ്ദേശം നൽകിയിരുന്നത്. മാത്രമല്ല, പശ്ചിമേഷ്യയിലെ സാഹചര്യങ്ങളിൽ നേരത്തെ UN മേധാവി തന്നെ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ഇറാനിലെയും സാഹചര്യം നിരീക്ഷിച്ചു വരികയാണ്. നേരത്തെ UKയും ടെഹ്റാൻ എംബസി അടച്ചിട്ടുണ്ട്. ടെഹ്റാൻ എംബസിയുടെ പ്രവർത്തനം ഓൺലൈൻ ആക്കിയിരുന്നു. ചൈന അതേപോലെ തന്നെ കാനഡ, ഫ്രാൻസ്, ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളെല്ലാം തന്നെ ഇറാനിൽ നിന്നും പൗരന്മാരെ ഒഴിപ്പിച്ചിരുന്നു. എന്തായാലും ഇറാനെ ഇപ്പോൾ അമേരിക്കയുടെ സേനാ വിന്യാസം വളഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ ഒരു സാഹചര്യമാണുള്ളത്. ആണവ കരാറിൽ ഒരു സമ്മർദ്ദ തന്ത്രത്തിലേക്കാണോ ഇറാനും അതേപോലെ ഇസ്രായേലും അതേപോലെ തന്നെ അമേരിക്കയും നീങ്ങുന്നത് എന്നുള്ള ചർച്ചകളിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതായത് ഇപ്പോൾ ഇസ്രായേലിന്റെ വിസ്തീകരണം എന്ന് പറയുന്നത് ഇതൊരു പ്രോ അലേർട്ട് അല്ലെങ്കിൽ ഒരു മുൻകരുതൽ എന്ന നടപടിയാണ്. ഇറാൻ ആക്രമിച്ചാൽ അതിനൊരു തിരിച്ചടി നൽകുന്ന വിധത്തിലാണ് ഇപ്പോൾ ഒരു ആക്രമണം നടത്തിയിരിക്കുന്നതെന്ന് തന്നെയാണ് ഇസ്രായേൽ നൽകുന്ന വിശദീകരണം. അമേരിക്കയുടെ കപ്പലിൽ നിന്ന് തന്നെയാണ് ഈ ഒരു ആക്രമണം നടത്തിയിരിക്കുന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും ദിവസങ്ങൾക്ക് ശേഷം ഇപ്പോൾ പശ്ചിമേഷ്യ വീണ്ടും യുദ്ധസമാനമായ ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.